ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സുച്ച് സ്റ്റോറീസ്. അപ്പോൾ എല്ലാവരും ഡിസ്ക്രിപ്ഷൻ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഒരുവിധം മനസ്സിലായിട്ടുണ്ടാവും എന്താ കാര്യം ഇവിടെ കാട്ടാൻ പോകണമെന്ന്. അപ്പോൾ ഇന്ന് നമ്മളോട് ചെയ്യാൻ പോകുന്നത് ഒന്നുമില്ല, ഒരു ആക്ഷൻ ക്യാമറിൻ്റെ അൺബോക്സിംഗ് ആണ്. അപ്പോൾ ഇതാണ് അക്കാസോയുടെ V50 Elite ആക്ഷൻ ക്യാമറ. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യുന്ന മുന്നേ നമുക്ക് ഇതിൻ്റെ ഔട്ട്സൈഡുള്ള സ്പെസിഫിക്കേഷൻസും പാക്കേജ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. പിന്നെ ഇത് ഞാൻ വാങ്ങിയത് ആമസോണിൽ കൂടെയാണ്. ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്ഷൻ ക്യാമറയാണ്. ഇതിന് കോസ്റ്റ് ആയിട്ട് നിയർലി 13,000 ആണ് വരുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് നോക്കാം. ഇതിൽ ഫസ്റ്റ് എഴുതിയിട്ടുണ്ട് നേറ്റീവ് 4K 60 ഫ്രെയിം പെർ സെക്കൻഡ് ആണ്. പിന്നെ ഇതിൽ ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. വാട്ടർ പ്രൂഫ് ടു 131 ഫീറ്റ് വിത്ത് കേസ്. ഇതാണ് ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ്. പിന്നെ ഇത് വന്നിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ബോക്സിലാണ് ഇവർ പാക്കിങ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഒന്ന് അൺബോക്സ് ചെയ്തിട്ട് ഇതിനുള്ളിൽ എന്തൊക്കെ ആക്സസറീസാണ് നമുക്ക് കിട്ടുന്നത്, പിന്നെ ക്യാമറ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്നെല്ലാം കാണാം. ഇതിന് റിവ്യൂവും കാര്യങ്ങളെല്ലാം അടുത്ത വീഡിയോയിലാണ് ഞാൻ ചെയ്യുന്നുണ്ടാവുക. നമുക്കിപ്പോൾ ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം എന്തൊക്കെ ഇതിനുള്ള ആക്സസറീസ് ഉണ്ട്, ക്യാമറയുടെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയും ആക്സസറീസാണ് ഈ അക്കാസോ V50 Eliteനൊപ്പം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഓരോ ആക്സസറീസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അതിനുശേഷം നമുക്ക് ക്യാമറയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കാണാൻ ഒരു ക്വിക്ക് റെഫറൻസ് ഗൈഡ് ഉണ്ട്. ഇത് എന്തിനാണ് പറഞ്ഞാൽ ക്യാമറ എങ്ങനെ വാട്ടർ പ്രൂഫ് കേസിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത്, പിന്നെ എങ്ങനെ ബാറ്ററി ചാർജ് ചെയ്യുക, അങ്ങനെ ജസ്റ്റ് ക്വിക്ക് റെഫറൻസ് മാത്രമല്ലോ. പിന്നെ നമുക്ക് ഈ QR കോഡ് സ്കാൻ ചെയ്തിട്ട് അക്കാസോൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് കൂടുതൽ ഫീച്ചേഴ്സെല്ലാം അതിൽ അവൈലബിൾ ആണ്. നമുക്കിനി പോവാം. ഫസ്റ്റ് നമുക്ക് നോക്കാം, 3Mൻ്റെ ഡബിൾ ടൈപ്പ് സ്റ്റിക്കേഴ്സ് ഇതിൽ അവൈലബിൾ ആണ്. എന്തിനാ പറഞ്ഞാൽ മെയിൻലി പറഞ്ഞാൽ നമുക്കിപ്പോൾ വല്ല കാറിൻ്റെ ഡാഷ്ബോർഡിൽ പ്ലേസ് ചെയ്യാൻ അങ്ങനെയെല്ലാം ഈ സ്റ്റിക്കേഴ്സ് മെയിൻലി യൂസ് ചെയ്യുക. എന്നുവെച്ചാൽ നമുക്ക് റിസ്റ്റ് ബാൻഡ്സ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് ആക്ഷൻ ക്യാമറ നമ്മുടെ ഹാൻഡിൽ കയ്യിലാണ് ഹോൾഡ് ചെയ്യുന്നത് പറഞ്ഞാൽ നമുക്ക് റിസ്റ്റ് ബാൻഡ് വെച്ച് ആക്ഷൻ ക്യാമറ കയ്യിൽ ഹോൾഡ് ചെയ്യാം. പിന്നെ അതിനുശേഷം ഇതിന് മെയിൻ പ്ലസ് പോയിന്റ് എന്താണ്, അക്കാസോ നമുക്ക് 2 ബാറ്ററിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു ബാറ്ററി എക്സ്ട്രാ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ബാറ്ററി ചാർജ് ചെയ്യാനുള്ള ചാർജിങ് പോർട്ട്സും അക്കാസോ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ അക്കാസോ പറയുന്നത് 4K 60 ഫ്രെയിം പെർ സെക്കൻഡ്സിൽ ബാറ്ററി ബാക്കപ്പ് നമുക്ക് 1 hour കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ട്രിപ്പിന് പോകുന്നവർക്ക് ഒരു ബാറ്ററി വെച്ച് എന്തായാലും നടക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് എക്സ്ട്രാ ബാറ്ററി കൂടി വന്നിരിക്കുന്നത് അക്കാസോ. പിന്നെ നമുക്ക് എടുക്കാം, ഇത് വന്നിട്ട് ത്രെഡ്സ് ആണ്. അതിനുശേഷം ഷൂ മൗണ്ട്സ്, ഇപ്പോൾ ട്രൈപോഡിലും ഇതെല്ലാം മൗണ്ട് ചെയ്യാനുള്ള ഓരോ മൗണ്ട്സാണിത്. അതിനുശേഷം ഇത് വന്നിട്ട് നമ്മുടെ ഹെൽമെറ്റ് ഹുക്ക്, ഹെൽമെറ്റിൽ വന്നിട്ട് ഹെൽമെറ്റിൻ്റെ ഹെഡിലെല്ലാം പ്ലേസ് ചെയ്യാനുള്ളതാണിത്. പിന്നെ സൈക്കിൾ മൗണ്ട്, സൈക്കിൾ ഹാൻഡിൽ ബാർ മൗണ്ട്, പിന്നെ ഡാറ്റ കേബിൾ. നമുക്ക് നോക്കാം ഏതാണ് ടൈപ്പ് C ഡാറ്റ കേബിളാണ് കിട്ടുന്നത് നമുക്ക് അക്കാസോൻ്റെ ഒപ്പം. ടൈപ്പ് C ഡാറ്റ കേബിളാണ് ചാർജിങ്ങിന് വേണ്ടി കിട്ടുന്നത്. പിന്നെ അതിനുശേഷം നമ്മുടെ ഹെൽമെറ്റിൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഹെൽമെറ്റിൽ ഇപ്പോൾ ഗോപ്ര ഹോൾഡ് ചെയ്യാനുള്ള ഹോൾഡേഴ്സാണ്. അതിനുശേഷം ഇതും സൈക്കിൾ ഹോൾഡറാണ്. ഇത് വന്നിട്ട് റിസ്റ്റ് ബാൻഡ്. നമുക്ക് ട്രാവൽ ചെയ്യുന്നവർക്കെല്ലാം ഇത് ജസ്റ്റ് നമ്മുടെ കയ്യിൽ സ്ട്രാപ്പ് ചെയ്യുക, നമുക്ക് ജസ്റ്റ് വീഡിയോ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ക്യാമറ പിക്ചർ ക്ലിക്ക് ചെയ്യുക, വീഡിയോ റെക്കോർഡിംഗ്. ഇതിൽ നമുക്ക് ജസ്റ്റ് ക്യാമറേൻ്റെ ആക്ഷൻസ് ക്യാമറ എന്ത് ആക്ഷൻസ് ആണെങ്കിൽ ഈ 3 ആക്ഷൻസും നമുക്ക് ഈ റിസ്റ്റ് ബാൻഡ് ഉപയോഗിച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു എക്സ്ട്രാ വാട്ടർ പ്രൂഫ് കേസ് കിട്ടുന്നുണ്ട്. പിന്നെ ലെൻസ് ക്ലീനിങ് ക്ലോത്ത്, നമ്മുടെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ ക്യാമറ വന്നിട്ട് വാട്ടർ പ്രൂഫ് കേസിൻ്റെ ഉള്ളിലാണ്. നമുക്കിതിന് വാട്ടർ പ്രൂഫ് കേസിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് നോക്കാം എങ്ങനെയുണ്ട് ക്യാമറയും കാര്യങ്ങളെല്ലാം. അപ്പോൾ ജസ്റ്റ്
ഇവിടെ ക്ലിപ്പ് ഒന്ന് അൺലോക്ക് ചെയ്യുക. ഇതാണ് അക്കാസോൻ്റെ V50 Elite എന്ന ക്യാമറ. അപ്പോൾ ഇത് ഫൈബർ ബോഡിയാണ്. അപ്പോൾ നമുക്കിവിടെ ആദ്യം കാണാം മെമ്മറി കാർഡിൻ്റെ പോർട്ട്, ഡാറ്റ കേബിളിൻ്റെ USB പോർട്ട്, പിന്നെ HDMI പോർട്ട്, പിന്നെ ഇവിടെ ട്രൈപോഡിൻ്റെ ഒരു ഹോൾഡർ ഉണ്ട്, പിന്നെ പവർ ഓൺ, പിന്നെ വൈഫൈ കണക്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതാണ് ഇവിടെ നമ്മൾ ബാറ്ററി ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ ഈ ക്യാമറ ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് 1050 mAh ബാറ്ററിയാണ് അതിനൊപ്പം കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ബാറ്ററി ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് ഇതിൻ്റെ ഫോട്ടോ ക്വാളിറ്റിയും ക്യാമറ ക്വാളിറ്റിയും എല്ലാം. ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ഞാൻ അടുത്ത വീഡിയോയിലോട്ടല്ലോ. ജസ്റ്റ് ഇങ്ങനെ എടുക്കാം, നമുക്ക് ബാറ്ററി ഇൻസേർട്ട് ചെയ്യാം. നമുക്ക് സ്വിച്ച് ഓൺ ചെയ്യാം. ഓണായി. ഓക്കെ, ബാറ്ററി ഫുള്ളാണ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഇനി മെനൂസെല്ലാം നോക്കാൻ കണ്ടെന്ന്. സെറ്റിങ്സിൽ പോവുക. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഈ സ്ക്രീൻ ഗാർഡ് ഒന്ന് റിമൂവ് ചെയ്യട്ടെ. നിങ്ങൾക്കെല്ലാവരും മെനു കാണാൻ പറ്റുന്നുണ്ട്. നമുക്കവിടെ വീഡിയോ റെസൊല്യൂഷൻസ് നമുക്കിപ്പോൾ കാണാം 4K 60 frames 30 frames. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള റെസൊല്യൂഷൻ നോക്കാം. നമുക്ക് 720 പിക്സലാണ് ഏറ്റവും ലോവസ്റ്റ്. പിന്നെ ഫോട്ടോ എടുക്കണമെങ്കിൽ നമുക്ക് നോക്കാം പിക്സൽ ഏതൊരുണ്ടെന്ന്. അപ്പോൾ നോക്കിയാൽ ഫോട്ടോ റെസൊല്യൂഷൻസ് 20 MP ക്യാമറയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ റെക്കോർഡിങ്ങും ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല. മെമ്മറി കാർഡ് ഇൻസേർട്ട് ചെയ്താൽ മാത്രം നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിന് ഇൻബിൽഡ് ആയിട്ടൊരു മെമ്മറിയും വരുന്നില്ല. പിന്നെ ഇതിന് ഇൻബിൽഡ് ആയിട്ടൊരു മൈക്ക് വരും. നമുക്ക് എക്സ്റ്റേണൽ മൈക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല ഈ ആക്ഷൻ ക്യാമറയിൽ. പിന്നെ ഇപ്പോൾ റെക്കോർഡിങ് സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ഇവിടെ ബ്ലൂ ലൈറ്റ് ആയിരിക്കും ഈ റെഡ് ചേഞ്ച് ആയിട്ട്. അപ്പോൾ നമുക്ക് ഇതാണ് ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷനും റിവ്യൂസും എല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യണം. ഇത് ജസ്റ്റ് ഒരു അൺബോക്സിങ് വീഡിയോ മാത്രമാണ്. അപ്പോൾ ഒരുപാട് ടൈം എടുക്കണ്ട പറഞ്ഞിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. ജസ്റ്റ് ഒരു അൺബോക്സിങ് വീഡിയോ മാത്രമാണത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട താഴെയുള്ള ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഇത് നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായി തോന്നിയാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യുക. പിന്നെ മറക്കാണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും. അപ്പോൾ താങ്ക്സ്.